paradise of Vera and Isa. Hello friends, it's me Ramshi. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പം എല്ലാവർക്കും സുഖല്ലേ? ഈ വീഡിയോ ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ടാ. ഇതാണ് ബാങ്കോക്കിലെ സഫാരി വേൾഡ്. അവിടെ ഞങ്ങൾ കുറേ ഫിഷിനെ, കുറേ ആനിമൽസിനെ, കുറേ ഡോൾഫിനെ, പിന്നെ അതെ കുറേ സാധനങ്ങൾ കണ്ടത്. അപ്പം നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഇതാണ് നമ്മളെ സഫാരി വേൾഡിൻ്റെ എൻട്രൻസ് വന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അവിടെ ഫ്ലവർ വെച്ചിട്ട് ഒരു എലിഫന്റിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയല്ല. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് ഇവിടെ സീബറുണ്ട്, പിന്നെ ജിറാഫ് ഉണ്ട്, പിന്നെ ആ വെള്ളച്ചാട്ടത്ത് റെയിൻബോ കണ്ട. അപ്പം അത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിട്ടാ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ. അപ്പം അമ്മ ഫസ്റ്റ് കാണാൻ പോകുന്നത് മക്കാവ് ബേഴ്സിന് കാണാൻ പോവേണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ സൗണ്ട് ആയിക്കോട്ടെ. അത് വിചാരിച്ചത് നോക്കിയപ്പോ മക്കാവ് ബേഡ് നല്ല ഡിഫറെൻ്റ് കളേഴ്സിലുണ്ടായിരുന്നു. ഒരെണ്ണം കണ്ട റെയിൻബോ കളറായിട്ട്. നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭംഗിയുള്ള ബേഴ്സിലെ കണ്ടിട്ടില്ലേ? തായ്ലൻഡിൽ വന്നോട്ടെ, അപ്പം കാണും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോരം നേരം വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പം എൻ്റെ കൈ ഞാൻ നീട്ടി വെച്ചെടുക്കുന്നു. പക്ഷെ കൈമ്മ വന്നിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നടന്നിട്ടാ. ഇവിടെ കുറേ നേരം ഉണ്ടിട്ടാ കാണാനായിട്ട്. ഇതൊക്കെ നമ്മളെ മുതലക്കുട്ടന്മാരാണ് ഇവിടെ കിടക്കണ. ഞങ്ങളെ വീഡിയോയിൽ കുറച്ചുള്ളൂട്ട് എന്താണെന്നാ. വലിയ വീഡിയോ ആയാൽ നിങ്ങൾ കാണൂലല്ലേ. പക്ഷെ അല്ലൂനെ കൊണ്ടുപോയി ടൊട്ടോയ്സിനെ കാണിക്കാൻ പോവേണ്. അല്ലൂന് പനിയായിന്ന് പാവാതായി അല്ലുങ്ങ ക്ഷീണിച്ചിരിക്കണില്ല. എൻ്റെ കുഷാറായിക്കും. പല്ലൂന് വയ്യാത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിഷം പോയിട്ടാ. അപ്പം ടൊട്ടോയ്സ് വെജിറ്റബിൾ ആയിട്ട് കഴിച്ചിടക്ക്. ഇതൊക്കെ വലിയൊരു ചേട്ടൻ്റെ കൈയിട്ടേണ്ട. ഇനി വേണം നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം. പക്ഷേ നെക്സ്റ്റ് ബാത്തൊക്കെ കൊടുക്കണം. ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ അങ്ങനെ കൈ വെച്ചില്ല. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നടന്നപ്പോൾ കുറേ ഫിഷിനെ കണ്ടിട്ടാ. ഇത്രയും വലിയ ഫിഷിന് ഇത്ര അടുത്താണ് ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ഒരു തൂക്കുപാലം കണ്ടവന മൂടി കയറേണ്ടാ. ബാക്കിലുണ്ടാ തിരിഞ്ഞു നോക്കണ്ട, അങ്ങോട്ട് നടന്നോ. ഓടിക്കോ, ഓടണ്ട പതുക്കെ പോയാൽ കുറച്ച് കയറാനൊക്കെ പേടിയായി പത്ത വന്നു. എൻ്റെ അടിയിലേക്കും പോവാൻ പറ്റും. നമുക്ക് അടിയിൽ പോയാൽ പുഴ കാണും. പക്ഷെ അത്ര അടി പോയാൽ എൻ്റെ പേടിയാവും. അപ്പം ഞങ്ങൾ ഇത്രയേറെ ഉമ്മയൊക്കെ നടന്ന് പിന്നെ വീണ്ടും തിരിച്ചു പോയി പൊരിച്ച് കൊടയും പിടിച്ചിരിക്കരുത് ഗൈസ്. അതിൻ്റെ അടുത്ത് വന്നിരുന്ന അത് തരും. ഞാൻ അതിനെ തൊട്ടുനോക്കി. ഹലോ ചെല്ലടാ, തൊട്ടോടാ, പോയി തൊട്ടോ. ഓടിച്ചല്ലേ അജാനോട് പറ. ചെല്ലി വണ്ടി എഞ്ചില് ചെല്ലി. എനിക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്കൊന്നും മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അവരുടെ ഫുഡ് തീർന്നു വേടാ. അവിടെ പോയിരുന്ന് കാണിക്കാം. ഫോട്ടോ എടുത്തിട്ട് അവിടെ
പിന്നെ അടുത്തത് ഞങ്ങൾ ജിറാഫിൽ ഫുഡ് വെക്കാൻ പോയാട്ടാ. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ല, ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന് കാണാത്തവരെല്ലാവരും ഭർത്താൻ കാണുന്ന കണ്ടവരും കാണാത്തവരും എല്ലാവരും ലൈക്ക് ചെയ്തോട്ടാ. ഇതെൻ്റെ ഒരാദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ഇത്തടുത്ത് ജിറാഫിനെ സീബ്രനൊക്കെ ഞാൻ ആദ്യമായിട്ടും കണ്ടു. ഞാൻ വേറെ സ്ഥലത്തിനൊക്കെ പോയിട്ട് കാണാൻ. ഇത് ടീയുടെ ഫേവറേറ്റ്. അതിൻ്റെ പേര് ഇത് ചേനങ്ങളൊക്കെ മറന്നുപോയി. ഇത് കാണുന്ന സ്ഥലത്തിന് കുറച്ച് പേരെ ഓർമ്മയുണ്ട്. പേരൊക്കെ മങ്കി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ സാധനങ്ങൾ എന്ത് എനിക്കറിയില്ല. ഡോൾഫിനൊക്കെ അറിയാം. ഇതിൻ്റെ പല്ല് നോക്കിയ ഗായ്സ്, എന്തൊരു വലുതല്ലേ, കണ്ടപ്പോൾ പേടിയാ. നിങ്ങളൊക്കെ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ? പേരറിവിന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കുറേ എഗ്ഗിന് കാണാൻ പോയിട്ട് എഗ്ഗ് വലിയ വെച്ചിട്ടുണ്ടായിട്ട് ഒട്ടക പക്ഷിയുടെ എഗ്ഗ് ഉണ്ടായിന്, വലിയ എഗ്ഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നോക്കിയേ, അവിടെ ബേഴ്സിൻ്റെ കുറേ സാധനങ്ങൾ തൂക്കിയിട്ടുണ്ട്. അടിപൊളിയായി. പിന്നെ മുതലുണ്ട്, മുതലടാ മറ്റേ ഇത് ഉണ്ട്. ഇതൊക്കെ കാണേണ്ട കാഴ്ചയും തന്നെ ഉണ്ട്. വെള്ളച്ചാട്ടുണ്ട് ഇവിടെ. ഇതവിടെ ഉണ്ടായ ഡ്രാമ ഇത്രയൊക്കെ നോക്കിക്കുന്നു. ലാസ്റ്റൊക്കെ ഇത് ബോംബൊക്കെ പൊട്ടിക്കുന്നുണ്ട്. വെടി വെട്ടണ സമയത്ത് ഇത് പേടിയായി. കുറച്ച് ബോറടിച്ച് കാണാനായിട്ട്. അപ്പം ബോറടിക്കടാ, നമുക്ക് വേറെ സാധനം എന്തെങ്കിലുമൊക്കെ കാണാൻ പോകാം. ഞാൻ അവിടെ ഇറക്കിയപ്പേ പട്ടാളത്തിൻ്റെ വീഡിയോ ഒക്കെ സാധനമൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ ഇത്രയൊക്കെ കളിച്ച് ഡിഫറെൻറ്റ് കളേഴ്സിലാടിൻ്റെ പോലെ ഇരുത്തിയിടുന്നത്. നിങ്ങൾക്ക് പേരറിയോ? ഇത് ആടണോ അല്ലെങ്കിൽ മറ്റേ ഇതാണോ? ഇതടുത്ത കങ്കാരൂനായിട്ട് കണ്ടത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണാൻ. ഇത് കണ്ട ബേബികൾ ആ സഞ്ചി ഇട്ട് കൊണ്ടുപോയി നോക്കിയേ. കുറച്ച് ടൈമൊക്കെ ഞങ്ങൾ നോക്കി. കൊഞ്ഞിനും കാണിച്ചു കൊഞ്ഞിനും കാണിച്ചു. ആ പാലാണ് കുടിക്കണത്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അവിടെ. ഇത് നോക്കി എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ഫിഷ് ഒക്കെ കാണാനായിട്ട്. നിങ്ങൾ ഇത്രയും മീനുകൾ എടുത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടോ. അപ്പുറത്ത് വീട് എടുത്തിട്ട് മീൻ തിരിഞ്ഞു വിടുവാ. ഇവിടെ നമുക്ക് കാണാനായിട്ട് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് എടുത്തോ സഫാരി വേൾഡ്. ലൈഫിൽ എന്തായാലും ഒരു പ്രാവശ്യം വന്നു. എൻ്റെ ഫേവറേറ്റ് ഡോൾഫിൻ ഷോ കാണാനായിട്ട് പോയ ഡോൾഫിൻ മറിയും തിരിയും. തായൻ്റെ വന്നപ്പോൾ തന്നെ പറഞ്ഞായിട്ട് ഡോൾഫിനെ കാണണമെന്നാ പറഞ്ഞു കേട്ടാ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രീമായിരുന്നു കേട്ടോ ഡോൾഫിനെ കാണാനായിട്ട്. ഡോൾഫിൻ്റെ ഷോ കഴിയുമ്പോൾ നമുക്ക് ഡോൾഫിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാം കേട്ടോ. എല്ലാ ഐറ്റംസിനും ഫുഡ് കൊടുക്കാൻ വെച്ചാൽ ആ പൈസ കൊടുക്കണം കേട്ടോ.
നല്ല അടിപൊളി ഷോ ആയിരുന്നല്ലേ. എനിക്ക് വലിയ ഹാപ്പിയായി ഇതൊക്കെ കണ്ടപ്പോൾ. ഞാൻ വിചാരിച്ചു ഡോൾഫിൻ ഇല്ല. പുറത്താണെന്നാണ് ട്രെയിനിലൊക്കെ കളിച്ച്. അത് പാവോട്ടായിരുന്നു, കൂട്ടാക്കണ്ടായില്ല. അല്ലൂന്ന വയ്യാത്തൊരൗഷധം. ഉച്ചക്ക് ഫുഡൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗൈസ്. എല്ലാം ഐറ്റംസ് ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ തുക്ക് പാലത്തിലൊക്കെ കയറി ഫുഡ് കഴിക്കാൻ പോയി. ഇതിൻ്റെ ഉള്ളിൽ നല്ല വലിയ വലിയ ഫിഷായിരുന്നു കേട്ടോ. ബാക്കിൽ വന്നവരൊക്കെ പാലിട്ട് ഇളക്കുന്നു. എനിക്ക് പേടിയായി. ഞാൻ കുഞ്ഞു ബേബിയല്ലേ, അതാരാ വിട്ടാ. നെക്സ്റ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പം നമുക്കത് കാണാം. ട്രെയിൻ ചെയ്തോണോ അവർ പറയണ പോലെ ഈ സാധനങ്ങൾ അതൊക്കെ കാണിക്കൂട്ട. എനിക്ക് അത്ഭുതം കണ്ടിട്ട്. Okay, William. 1, 2, 3, William. Oh my God. Number 3. I think it will be safe. The last 1, 2, go. Single in one time. 1, 2, 3. Lisa, 10 look. Okay, 请坐和请各位排坐。来背。哦，很可爱。น่ารักอย่างนี้เองนะฮะนี่คือสิงโตทะเลครับลิซ่า Beach one. They are balancing beach one on their mouth. It's very good control. Wow. Hey, sorry. 坐下。1, 2, 3, let's go. Oh my God, this time swimming so swimming is very very good. นี่คือการว่ายน้ำแบบทีมเชียร์นะครับใช้ครีมขึ้นมาครับแล้วก็โผล่ขึ้นมาครับโอ้โหน้ำนี่เป็นฝั่งเราหมดเลยทีเดียวโอ้เฮ้stop ดีนะที่เบรกทันครับแอนดี้ความแสนรู้ว่าว้าวทำไมนะสกิลของเขาในการเดินในการคอนโทรลว่าแล้วก็โอ้โห He's well good and get up Let's all we can play soccer everyone blue light Cristiano Ronaldo 1, 2, Ronaldo นี่เลยก็ได้ฟรีคลิกเอานะฮะคุณพงศกร 1, 2, 3 capture ว้าวซุปเปอร์โมเดลนี่เลยครับนะฮะทำได้ดีด้วยนะครับผมนะฮะเขาสามารถเป็นในแบบนั้นแบบให้กับทุกท่านได้เก็บภาพเป็นสวยๆก็ได้นะครับขอบคุณมากครับชุดต่อไปให้ภาพได้ครับโอ้โหมีพงนะ അപ്പം ഇതും നല്ല അടിപൊളി ഷോ ആയില്ലേ. ഇത് കണ്ടിട്ട് ഞങ്ങൾ അടുത്തത് മങ്കീനെ കാണാനായിട്ട് പോയ ഈ മങ്കിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ ഇരുത്താട്ടെ എനിക്ക് പേടിയായിരുന്നില്ല.
ഇതും മുഖക്കും നമ്മളെ എനിക്ക് പേടിയായി നേരില്ല. ആ ചേട്ടൻ്റെ മേത്തിരുന്ന് സർക്കസ് കാണിച്ച് നോക്കി. അപ്പം ഞങ്ങൾ ജിറാഫിന് ഫുഡ് കൊടുക്കാൻ നിന്നപ്പോൾ ഒരു അച്ചത്ത് വണ്ടി പോകണില്ല, അതിൽ കൂടെ ഞങ്ങൾ പോയാ. ഇതാണ്ട് നമ്മ അവിടെ മറ്റേ ജിറാഫിനെ കണ്ടപ്പോഴേ വണ്ടികൾ കുറെ പോണ്ടായിരുന്നില്ലേ, നിർത്തണം നീ പറഞ്ഞോട്ടോ, പുള്ളി നിർത്തി തരാം. ഞങ്ങളൊരു പാവൻ ഡ്രൈവർ അങ്കിളാണിട്ട് അവർ കൊണ്ടുപോയി. ഞങ്ങൾ തൊട്ടടുത്തൂടെ പോലീസും എല്ലാവരും പോണ കാണിച്ചു തരാട്ടാ. സീബ്രനെ കണ്ട ഗൈസ്, ഞങ്ങൾ വണ്ടിയുടെ തൊട്ടടുത്തൂടെ എനിക്ക് പോയത്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ വെറുതെ വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വെക്കും, ഇത്രയും കാറ്റും കൊണ്ടിരിക്കുക ഗൈസ്. കുറച്ചപ്പുറം വേറെ ഗേറ്റ് കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ പോലീസും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂല, അവിടെ ഇറങ്ങിയാൽ നമ്മളെ കടിച്ചു. കുറെ വെറൈറ്റി ബേർഡ്സ് ഇവിടെ എല്ലാത്തിനും തുറന്നു വിട്ടൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകില്ലാട്ടോ ഗൈസ്. സീബ്രയുടെ ഒക്കെ കൂട്ടങ്ങളൊക്കെ ഗൈസിന്റെ കൊമ്പ് നോക്കി എൻ്റെ പേടി. ബബ്ബു പറന്നൂല ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ്. ഇതിൻ്റെ അപ്പുറമൊക്കെ സിംഹമൊക്കെ കിടക്കണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടിപ്പ. ഈ ഗേറ്റിൻ്റെ അപ്പുറം കിടന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. നമ്മൾ കാത്തിരുന്ന സിംഹം സിംഹത്തിനെ കണ്ട നിങ്ങൾക്ക് ഇഷ്ടായോ? നമ്മള് പുലിനെ കാണാൻ പോവാണ്. സിനിമയിലൊക്കെ കാണാൻ പോലെ നടന്നു പോണോക്കെ. അതിൻ്റെ ഒരു കൂട്ടുണ്ടിട്ടപ്പുറം എല്ലാവരും ഇതിൻ്റെ അടിയിൽ കിടക്കിട്. അപ്പം ഞങ്ങളിവിടെ നേരെ പോയ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ടാ. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾ തായ്ലൻഡിൽ തിരിച്ച് വീട്ടിൽ പോവും. അപ്പം തായ്ലൻഡിലത്തെ സഫാരി വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചു. അടുത്ത വീഡിയോ പിന്നെ കാണാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.